ഹലോ, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിതിൽ സോൾവ് ചെയ്യുന്നത്. ഓൾറെഡി മലയാളം മീഡിയത്തിൻ്റെ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് കാണാത്തവർ പോയി കാണാം. നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. ഒബ്സർവ് ദ ഔട്ട്ലൈൻ ഓഫ് ദി എക്സിബിഷൻ ഗ്രൗണ്ട്. ഇവിടെ ഒരു ഗ്രൗണ്ട് തന്നിട്ടുണ്ട് അല്ലേ, ഒരു എക്സിബിഷൻ നടക്കുന്ന ഗ്രൗണ്ട് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും താഴെ തന്നിട്ടുണ്ട്. ഇവരുടെയൊക്കെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇവിടെ നമുക്കിത് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലൊക്കേഷൻ ചെറുതായിട്ടൊന്ന് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഡയറക്ഷൻ ഓഫ് ദ മാജിക് ഷോ സ്റ്റേജ് ഈസ് ദ റെസ്റ്റോറൻറ്റ്? അപ്പോൾ നോക്കൂ, മാജിക് ഷോ എവിടെയാണ് നടക്കുന്നത്? ഇതാ മാജിക് ഷോ ഇവിടെയാണല്ലേ. ഇവിടുന്ന് ഇനി എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ഏത് ഡയറക്ഷനിലാണ് റെസ്റ്റോറൻറ്റ് ഉള്ളത് എന്നാണ് പറഞ്ഞത്. റെസ്റ്റോറൻറ്റ് എവിടെയാണ്? മുകൾ ഭാഗത്തേക്കാണ് അല്ലേ. അപ്പം നമുക്കറിയാം മുകൾ ഭാഗത്തേക്ക് പോകുമ്പോൾ അത് നോർത്താണ്. ഓക്കെ, ഇവിടെ നോർത്താണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നോർത്ത്. Which direction of the magic show stage is the restaurant? North. Okay. Second question നോക്കാം. Which direction should one move from the giant wheel? Okay. To reach the meeting venue. അപ്പോൾ മീറ്റിംഗ് വെന്യൂയിലേക്കാണ് നമുക്ക് പോകേണ്ടത് അല്ലേ. എവിടെ നിന്നാണ്? ജയൻറ്റ് വീലിൽ നിന്ന് മീറ്റിംഗ് വെന്യൂയിലേക്ക്. ഇതാ നമുക്ക് നോക്കാം. ഇതാ ജയൻറ്റ് വീൽ കണ്ടുപിടിച്ചു. മീറ്റിംഗ് വെന്യൂ ഇവിടെ ഉണ്ട് അല്ലേ. വിച്ച് ഡയറക്ഷൻ ഷുഡ് വൺ മൂവ് ഫ്രം ദ ജയൻറ്റ് വീൽ ടു റീച്ച് ദ മീറ്റിംഗ് വെന്യൂ? ഇവിടെ താഴേക്ക് വരണം. താഴേക്ക് വരുമ്പോൾ എന്താണ്? സൗത്ത് ആണ് അല്ലേ, സൗത്ത്. അപ്പോൾ ആദ്യത്തത് നോർത്ത്, അടുത്തത് സൗത്ത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സി ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഡയറക്ഷൻ ഓഫ് ദി റെസ്റ്റോറൻറ്റ് ഈസ് ദ എൻട്രൻസ് ഗേറ്റ്? അപ്പം റെസ്റ്റോറൻറ്റ് എവിടെയാണ്? വിച്ച് ഡയറക്ഷൻ ഓഫ് ദ റെസ്റ്റോറൻറ്റ് ഈസ് ദ എൻട്രൻസ് ഗേറ്റ്? റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ട്, എൻട്രൻസ് ഗേറ്റ് ഇവിടെ ഉണ്ട് അല്ലേ. ഇവിടെ താഴേക്കാണ് വരുന്നത്. താഴേക്ക് വരുമ്പോൾ ഏതാണ്? എഗെയിൻ സൗത്ത് അല്ലേ. അപ്പോൾ വീണ്ടും സൗത്ത്. ആദ്യത്തത് നോർത്തായിരുന്നു, അടുത്തത് സൗത്ത്, അടുത്തതും സൗത്ത് അല്ലേ. സിയും സൗത്താണ്. ഇനി ഡി ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഡയറക്ഷൻ ഷുഡ് വൺ മൂവ് ഫ്രം ദ ജയൻറ്റ് വീൽ ടു റീച്ച് ദ സർക്കസ് ടെൻറ്റ്? ഓക്കെ, അപ്പോൾ സർക്കസ് ടെൻറ്റ് എവിടെയാണെന്ന് കണ്ടുപിടിച്ചു. ജയൻറ്റ് വീൽ ഇവിടെ ഉണ്ട് അല്ലേ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ അത് ഏതാണ് ഡയറക്ഷൻ? വെസ്റ്റ് ആണ് അല്ലേ. ഡിയുടെ ആൻസർ വെസ്റ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഡയറക്ഷൻ ഷുഡ് വൺ മൂവ് ഫ്രം ദ ഫാൻസി സ്റ്റോർ ടു റീച്ച് ദ മീറ്റിംഗ് വെന്യൂ? ഇപ്പോൾ നമുക്കറിയാം ഫാൻസി സ്റ്റോർ ഇത് എവിടെ ഉണ്ട് അല്ലേ. ഇവിടുന്ന് മീറ്റിംഗ് വെന്യൂയിലേക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഇങ്ങോട്ട് പോകുമ്പോൾ ഏതാണ്? ഈസ്റ്റ്. ഓക്കെ, അപ്പോൾ ആദ്യത്തത് നോർത്ത്, പിന്നെ സൗത്ത്, എഗെയിൻ സൗത്ത്, പിന്നെ വെസ്റ്റ്, ഈസ്റ്റ്. ഓക്കെ ആണല്ലോ, സിമ്പിൾ അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ടാവുക. അവർ മേ ബി മറ്റൊരു ഗ്രൗണ്ടോ വേറെ എന്തെങ്കിലും സാധനങ്ങളായിരിക്കും തരുന്നുണ്ടാവുക. പിന്നെ ഈ ലൊക്കേഷൻ ഒന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കൂ. ന്യൂസ് റിലേറ്റഡ് ടു ദ ഫോം ഓഫ് ഗവൺമെൻറ് എക്സിസ്റ്റിംഗ് ഇൻ അവർ കൺട്രി ഹാവ് ബീൻ ഗിവൻ. ദ ഗ്രാമസഭ ഓർ വാർഡ് സഭ concluded by agreeing the priority for the developmental works of the ward. Next one നോക്കൂ. The legislative assembly adjourned for indefinite period after passing the bills. ഓക്കെ, അപ്പോൾ നമ്മളോട് എ ക്വസ്റ്റ്യൻ എന്താണ്? ഐഡൻറ്റിഫൈ ദ സഭ വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡയറക്റ്റ് ഡെമോക്രസി. അതേതാണ്? ഡയറക്റ്റ് ഡെമോക്രസി ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സഭ ഏതാണ്? അത് നമുക്കറിയാം ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭ ആണ്. ഓക്കെ, ഗ്രാമസഭ ഓർ വാർഡ് സഭ. ഓക്കെ ആണല്ലോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് കേട്ടോ. എ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഗ്രാമസഭ ഓർ വാർഡ് സഭ. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കൂ. January 25th is Voters' Day. As part of this, Mitto prepared a speech on the topic Features of Democracy. 1 point is given below. Add more ideas. അപ്പം ഇവിടെ ഓൾറെഡി മിട്ടു തയ്യാറാക്കി ഒരു പോയിന്റ് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. ഇനി ബാക്കി പോയിന്റ്സ് നമ്മളോട് ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? വോട്ടേഴ്സ് ഡേ അല്ലേ. January 25th വോട്ടേഴ്സ് ഡേ ആണ്. അപ്പം ഫീച്ചേഴ്സ് ഓഫ് ഡെമോക്രസീനെ കുറിച്ചിട്ടാണ് നമുക്കിവിടെ ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം? അടുത്ത പോയിന്റ് എന്താണ്? ഫ്രീ ആൻഡ് ഫെയർ എലക്ഷൻസ്. ഓക്കെ, ഫ്രീ ആൻഡ് ഫെയർ എലക്ഷൻസ്, റൂൾ ഓഫ് ലോ, പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്, സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ. ഓക്കെ, സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ. ഇത്രയും കാര്യങ്ങളായിരിക്കണം ഈ ഷോർട്ട് നോട്ടിൽ ഇവിടെ പോയിന്റ് ആയിട്ട് നമുക്ക് എഴുതേണ്ടത്. ഓക്കെ, ഫ്രീ ആൻഡ് ഫെയർ എലക്ഷൻസ്, റൂൾ ഓഫ് ലോ, പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്, സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ. ഓക്കെ, ഇത്രയും 4 പോയിന്റും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അടുത്തത് മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഗാന്ധിജി, ഇന്ത്യൻ പീപ്പിൾ ടേൺ ദ ഫ്രീഡം സ്ട്രഗിൾ ഇൻ ടു എ മാസ് മൂവ്മെൻറ്റ് യൂസിങ് ഡ്രസ് ആൻഡ് ക്ലോത്തിങ് ആസ് എ വെപ്പൺ ഓഫ് സ്ട്രഗിൾ.
അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ദ അജിറ്റേഷൻസ് റിലേറ്റഡ് ടു ഡ്രസ് ലെഡ് ബൈ ഗാന്ധിജി. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെ പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യാം? അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രക്ഷോഭ പ്രവർത്തനങ്ങളെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതാണ് നമ്മുടെ എ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെ പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യാം? നമുക്ക് ബോയ്ക്കോട്ട് ഓഫ് ഫോറിൻ ക്ലോത്ത് അല്ലേ? യെസ്, ബോയ്ക്കോട്ട് ഓഫ് ഫോറിൻ ക്ലോത്ത്. അതുപോലെ തന്നെ അഡോപ്ഷൻ ഓഫ് ഖാദി അല്ലേ? ഖാദി. അതുപോലെ തന്നെ സിമ്പിൾ ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ വിത്ത് ദ പുവർ. പിന്നെ അതുപോലെ തന്നെ നാഷണൽ യൂണിറ്റി. ഇത്രയും കാര്യങ്ങൾ ചേർത്തുകൊണ്ട് വേണം നമ്മൾ ആ ഷോർട്ട് നോട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണല്ലോ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രക്ഷോഭ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് നമ്മളോട് കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞത്. ഓക്കെ ആണല്ലോ. ഖാദിയൊന്നും ഒഴിച്ചുകൂടാനാവാത്തൊരു പോയിൻ്റാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്തായാലും നിങ്ങൾ എഴുതണം. ബോയ്ക്കോട്ട് ഓഫ് ഫോറിൻ ക്ലോത്ത് അതൊക്കെ ചേർത്തിട്ട് ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക. ഓക്കെ, ഇനി ബി ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് റൂളർ ഇഷ്യൂഡ് എ പ്രൊക്ലമേഷൻ ഇൻ ട്രാവൻകൂർ ഇൻ 1859 ഗ്രാൻറ്റിംഗ് ദ റൈറ്റ് ടു വിയർ ദ അപ്പർ ക്ലോത്ത്സ്. അപ്പം അപ്പർ ക്ലോത്ത്സിന് വേണ്ടിയിട്ട്, അപ്പർ ക്ലോത്ത്സ് അതായത് മേൽവസ്ത്രം ധരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു റൂളർ, നമ്മുടെ പണ്ടത്തെ ഒരു റൂളർ ഒരു പ്രൊക്ലമേഷൻ, ഒരു വിളംബരം നടത്തിയിട്ടുണ്ടായിരുന്നു ട്രാവൻകൂറിൽ 1859 അല്ലേ? അവർക്ക് എല്ലാവർക്കും മേൽമുണ്ട് ധരിക്കാമെന്ന് പറഞ്ഞിട്ട്. അത് ആരാണ് ആ റൂളർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു മാപ്പാണ്. ഇതുപോലെ നിങ്ങൾക്കും ഒരു മാപ്പ് തരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ആസ് പാർട്ട് ഓഫ് ദ ലേണിംഗ് ആക്ടിവിറ്റി, മിയ ഈസ് പ്രിപ്പയറിംഗ് എ വാൾ മാഗസിൻ യൂസിങ് ദ സ്റ്റിക്കേഴ്സ് ഇൻ ദ ഷേപ്പ് ഓഫ് കോണ്ടിനെൻറ്റ്സ്. ക്യാൻ യു ഹെൽപ്പ് മിയ ടു ഐഡൻറ്റിഫൈ ദ കോണ്ടിനെൻറ്റ്സ്? നമുക്ക് കുറച്ച് കോണ്ടിനെൻറ്റ്സ് തന്നിട്ടുണ്ട് അല്ലേ? അതിൻ്റെ പേര് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇവിടെ ഷേപ്പ് അവർ കാണിച്ചു തന്നിട്ടുണ്ട്, അതിൻ്റെ പേര് നമ്മൾ എഴുതണം. ആദ്യം ഏഷ്യയാണ് അല്ലേ? ആദ്യം ഏഷ്യയാണ്. അടുത്തത് വരുന്നത് നമ്മുടെ നോർത്ത് അമേരിക്കയാണ് കേട്ടോ. ഇത് നോർത്ത് അമേരിക്കയാണ്. നെക്സ്റ്റ് ബി വരുന്നത് ഓസ്ട്രേലിയ ആണ് കേട്ടോ. ഓസ്ട്രേലിയ വരും. പിന്നീട് സി വരുന്നത് യൂറോപ്പാണ്. ഓക്കെ, യൂറോപ്പാണ്. നെക്സ്റ്റ് വൺ വന്നിട്ട് ആഫ്രിക്കയാണ് കേട്ടോ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈ വന്നിട്ട് സൗത്ത് അമേരിക്ക. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? കുറച്ചുകൂടെ മിനിമൈസ് ചെയ്യാം, അപ്പോൾ ഒരു ചെറിയ ഐഡിയ കിട്ടും. നമ്മുടെ ആദ്യം തന്നെ ഇവിടെ ഏഷ്യ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് നോർത്ത് അമേരിക്കയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഓസ്ട്രേലിയയാണ്. അത് കഴിഞ്ഞിട്ട് യൂറോപ്പ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് യൂറോപ്പ് വരുന്നു. അത് കഴിഞ്ഞിട്ട് ആഫ്രിക്ക വരുന്നു. അത് കഴിഞ്ഞിട്ട് സൗത്ത് അമേരിക്ക. ഓക്കെ, നിങ്ങൾ ഈ കോണ്ടിനെൻ്റൊക്കെ ഇതിൻ്റെ ഷേപ്പും ഇതിൻ്റെ പേരും ജസ്റ്റ് ഒന്ന് പഠിച്ച് വെക്കണം കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു മാപ്പ് ക്വസ്റ്റ്യൻ എന്തായാലും വരാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്തത് നോക്കാം. അഞ്ചാമത്തെ ആക്ടിവിറ്റി, ട്രാൻസ്പോർട്ട് സിസ്റ്റം പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഷേപ്പിംഗ് ദ മോഡേൺ സൊസൈറ്റി. അപ്പോൾ ഇവിടെ കുറച്ച് പേര് ഇവിടെ പ്ലക്കാർഡ് പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇത് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ആക്സസിബിൾ ടു ഓൾ സെക്ഷൻസ് ഓഫ് പീപ്പിൾ, low level of pollution, more suitable for international transportation of goods, the fastest mode of transport, relatively less expensive, a mode of transport useful for fishing too. ഇനി എ ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ആൻഡ് റൈറ്റ് ദ കൺസെപ്റ്റ്സ് ദാറ്റ് റിലേറ്റഡ് ടു വാട്ടർ ട്രാൻസ്പോർട്ട് ഫ്രം ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ്സിൽ വാട്ടർ ട്രാൻസ്പോർട്ടായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഏതൊക്കെ പോയിൻറ്റ്സ് ഉണ്ടെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതേതാണ്? ലോ ലെവൽ ഓഫ് പൊല്യൂഷൻ അല്ലേ? മലിനീകരണം കുറവാണ് വാട്ടർ ട്രാൻസ്പോർട്ടിന്. അതുപോലെ തന്നെ റിലേറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ് അല്ലേ? ചിലവ് കുറവാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് യൂസ്ഫുൾ ഫോർ ഫിഷിംഗ് ടു അല്ലേ? മത്സ്യബന്ധനത്തിനും നമ്മൾ ഈ ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നുണ്ട് ആണല്ലോ. പിന്നെ അതുപോലെ തന്നെ മോർ സ്യൂട്ടബിൾ ഫോർ ഇൻ്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്. നമ്മൾ രാജ്യങ്ങൾ തമ്മിലുള്ള ചരക്ക് സേവനങ്ങൾക്കൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്? വാട്ടർ ട്രാൻസ്പോർട്ടാണ്. ഓക്കെ, ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തതും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് സിറ്റി ഈസ് നോൺ ആസ് ദ വെനീസ് ഓഫ് ദി ഈസ്റ്റ്?
ഈസ്റ്റിൻ്റെ വെനീസ് എന്ന് പറയുന്നത് ഏതാണ്? ആലപ്പുഴയാണ് കേട്ടോ. ഓപ്ഷൻ എ ആലപ്പുഴ. ഓക്കെ, ദ വെനീസ് ഓഫ് ദി ഈസ്റ്റ്, ആലപ്പുഴ. അടുത്ത ആക്ടിവിറ്റി നോക്കൂ. ടിനു ഹാസ് പ്രിപ്പയർഡ് എ കോൺസെപ്റ്റ് മാപ്പ് ബേസ്ഡ് ഓൺ ദ തീം നോയിങ് ഇന്ത്യ. ഒബ്സർവ് ദ മാപ്പ് ഗിവൻ ബിലോ ആൻഡ് കംപ്ലീറ്റ് ദ മിസ്സിംഗ് പാർട്ട്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ മിസ്സാണ്, അത് നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇവിടെയൊക്കെ ഫില്ല് ചെയ്യണം. ഇവിടെ 1 2 3 4 ഇതാ ഇവിടെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം അല്ലേ. അത് ഏതൊക്കെയാണ്? ഇവിടെ ഒരെണ്ണം നമുക്ക് കൊടുത്തിട്ടുണ്ട്. ദ സ്മോളസ്റ്റ് നൈബറിങ് കൺട്രി, നമ്മുടെ ഏറ്റവും ചെറിയ അയൽരാജ്യം ഏതാണ്? അത് ഭൂട്ടാനാണ് അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. യൂണിയൻ ടെറിട്ടറി ലൊക്കേറ്റഡ് ഓൺ അറേബ്യൻ സീ നിയർ കേരള. കേരളത്തിൻ്റെ അടുത്തുള്ള ഒരു യൂണിയൻ ടെറിട്ടറി അല്ലേ, അറബിക്കടലിലുള്ള യൂണിയൻ ടെറിട്ടറി ഏതാണ്? നമുക്കറിയാം, ലക്ഷദ്വീപാണ് അല്ലേ, ലക്ഷദ്വീപ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. ക്യാപിറ്റൽ ഓഫ് മഹാരാഷ്ട്ര. ക്യാപിറ്റൽ ഓഫ് മഹാരാഷ്ട്ര ഏതാണ്? മുംബൈ ആണ് കേട്ടോ, മുംബൈ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഇന്ത്യൻ സ്റ്റേറ്റ് ദാറ്റ് ഷെയർ ബോർഡർ വിത്ത് മോർ സ്റ്റേറ്റ്സ്. അപ്പം ഒരുപാട് സംസ്ഥാനങ്ങളുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന നമ്മുടെ ഒരു സംസ്ഥാനം, അത് ഉത്തർപ്രദേശ് ആണ് കേട്ടോ, UP, ഉത്തർപ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഇന്ത്യൻ സ്റ്റേറ്റ് വിത്ത് ലീസ് കോസ്റ്റൽ ഏരിയ. വളരെ കുറവ് കോസ്റ്റൽ ഏരിയ ഉള്ള നമ്മുടെ ഒരു സംസ്ഥാനമാണ് ചോദിച്ചത്, അത് ഗോവയാണ് കേട്ടോ, ഗോവ. ഓക്കെ, സിമ്പിളല്ലേ. നമുക്ക് അവർ മാപ്പ് തരും, മാപ്പ് നോക്കി നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ മാപ്പ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുന്നത് നന്നായിരിക്കും. അവർ ഓൾറെഡി തരും, അപ്പം ഈ ഒരു ഏരിയ പഠിച്ച് മനസ്സിലാക്കി വെക്കുക, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളത് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ്റെ താഴെ തന്നെ നമുക്ക് മാപ്പ് തന്നിട്ടുണ്ട്. പക്ഷേ മാപ്പ് തന്നാലും നമുക്ക് ഒരു ഐഡിയ ഓൾറെഡി വേണം അല്ലേ. നമ്മുടെ ഓരോ സ്റ്റേറ്റ്സിനെ കുറിച്ചും നമുക്ക് ചെറിയൊരു ഐഡിയ എങ്കിലും വേണം, എന്നാലേ നമുക്ക് ഇതിനൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത നോക്കൂ. ഐഡൻറ്റിഫൈ ദ സ്റ്റേറ്റ് ലൊക്കേറ്റഡ് ഓൺ ദ കോസ്റ്റ് ഓഫ് ഇന്ത്യ. ഈസ്റ്റ് കോസ്റ്റ് ആണ് കേട്ടോ, ലൊക്കേറ്റഡ് ഓൺ ദ ഈസ്റ്റ് കോസ്റ്റ് ഓഫ് ഇന്ത്യ. ഇവിടെ ഈസ്റ്റ് ആണ്, ക്ലിയർ ആയില്ല അത്. ഓക്കെ, കൊൽക്കത്ത ഈസ് ദ ക്യാപിറ്റൽ. കൊൽക്കത്തയാണ് അതിൻ്റെ ക്യാപിറ്റൽ. ഓക്കെ, ഇറ്റ് ഷെയർ ബോർഡേഴ്സ് വിത്ത് ഭൂട്ടാൻ, നേപ്പാൾ ആൻഡ് ബംഗ്ലാദേശ്. അപ്പം നമ്മുടെ ഇന്ത്യയിലുള്ളൊരു സംസ്ഥാനം ഈ ഭൂട്ടാനും നേപ്പാളും ബംഗ്ലാദേശൊക്കെ ആയിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നൊരു സംസ്ഥാനമുണ്ട് നമ്മുടെ ഈസ്റ്റ് സൈഡിൽ അല്ലേ, നമ്മുടെ കിഴക്കൻ സൈഡിലായിട്ടുള്ള ഈ സ്റ്റേറ്റ് ഏതാണെന്നാണ് ചോദിച്ചത്. അതിൻ്റെ ക്യാപിറ്റൽ സിറ്റി ഏതാണ്? കൊൽക്കത്ത. അപ്പം നമുക്കറിയാം ഏതാണ്? പശ്ചിമ ബംഗാളാണ് അതിൻ്റെ ആൻസർ അല്ലേ, വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളാണ് അതിൻ്റെ ആൻസർ കേട്ടോ, വെസ്റ്റ് ബംഗാൾ. ഓക്കെ, അതൊക്കെ നമുക്ക് മാപ്പിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്, ഭൂട്ടാൻ നേപ്പാളൊക്കെ ആയിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ കൊൽക്കത്ത ക്യാപിറ്റൽ സിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലുണ്ടാവണം അത് വെസ്റ്റ് ബംഗാളിനെ കുറിച്ചാണ് പറയുന്നതെന്ന്. ഓക്കെ, അപ്പം നിങ്ങൾ കുറച്ചൊക്കെ ചില സ്റ്റേറ്റ്സിൻ്റെ എങ്കിലും ക്യാപിറ്റൽ സിറ്റി ഒക്കെ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. അഡ്വാൻസ്മെൻറ്റ്സ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി ഹാവ് paved the way for giant leaps in communication. ഇവിടെ ഇൻലാൻഡ്, ടെലിഫോൺ, ഇൻ്റർനെറ്റ്, ഇമെയിൽ, മൊബൈൽ ഫോൺ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്നിട്ട് ഇനി നമ്മളോട് എന്താ ചോദിക്കുന്നത്? കമ്പയർ ദ കോൺട്രാസ്റ്റ് ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് വിത്ത് മാസ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ആൻഡ് മേക്ക് എ നോട്ട് വിത്ത് എക്സാമ്പിൾസ്. അപ്പം നമ്മളോട് ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷൻ മെത്തേഡിൻ്റെയും മാസ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡിനെയും കുറിച്ചിട്ടൊരു നോട്ട് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നെ അതിൻ്റെ ഡെഫിനിഷൻ എഴുതണം, പിന്നെ നമുക്ക് അതിൻ്റെ എക്സാമ്പിളും കൊടുക്കാം അല്ലേ. ഡെഫിനിഷനും എക്സാമ്പിളും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ്റെ ആൻസറായി. അപ്പം ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്? ഇറ്റ് ഇൻവോൾവ്സ് ഡയറക്റ്റ് പേഴ്സണൽ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ അല്ലേ. ഡയറക്റ്റ് പേഴ്സണൽ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ആണ്. ഒരു സന്ദേശം നമ്മൾ ഡയറക്റ്റായിട്ട് പേഴ്സണൽ അല്ലേ, അതിനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അത് ആർക്ക് തമ്മിലാണ്? സെൻഡർ അല്ലേ, അത് ഒരാളും അതുപോലെ തന്നെ സെൻഡറും റിസീവറും തമ്മിലുള്ള ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ഇൻവോൾവ്സ് ഡയറക്റ്റ് പേഴ്സണൽ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ സെൻഡർ ആൻഡ് വൺ ഓർ ഫ്യൂ റെസിപ്പിയൻസ്. ഓക്കെ, സെൻഡർ ഓർ വൺ ഓർ ടു റെസിപ്പിയൻസ്. ഞാൻ ഇവിടെ എഴുതി കാണിക്കുന്നില്ല കേട്ടോ. ഓക്കെ ആണല്ലോ, അതാണ് ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി മാസ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ എന്താണ്? ദ പ്രോസസ് ഓഫ് disseminating information to a large anonymous and diverse audience.
സൈമിൾട്ടേനിയസ്ലി പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്ന ഒരു ലാർജ് ഓഡിയൻസിൻ്റെ അടുത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഡയറക്റ്റോ അല്ലെങ്കിൽ കുറച്ച് റെസിപ്പിയൻസ് മാത്രമായിട്ടുള്ളതാണെങ്കിലോ അത് ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷൻ എന്നും പറയുന്നു. ഓക്കെ, അതിൻ്റെ ഡെഫിനിഷനും എക്സാമ്പിളൊക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ കാണാൻ പറ്റും അല്ലേ. ഓക്കെ, ഇനി ബി ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ആൻഡ് റൈറ്റ് ദ ലോഗോ ഓഫ് ഇന്ത്യ പോസ്റ്റ് ഫ്രം ദ ഗിവൺ ലോഗോസ്. നമുക്കിവിടെ കുറച്ച് ലോഗോസ് തന്നിട്ടുണ്ട്. ഇതിൽ ഇന്ത്യ പോസ്റ്റിൻ്റെ ലോഗോ ഏതാണെന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ആൻസർ എന്താണ്? ബി ആണല്ലേ. ഇതാണ് ഇന്ത്യ പോസ്റ്റിൻ്റെ ലോഗോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ചിലതൊക്കെ ട്രിക്കി ആയിട്ടുണ്ട്, അതൊക്കെ നമ്മൾ പഠിച്ചെടുക്കുക തന്നെ വേണം. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്.